പറഞ്ഞുപോയ വാർത്തകൾ തന്നെയാണ് മിക്ക വാർത്തകളും പത്രങ്ങളിലും ഉള്ളത്. അതിൽ തന്നെ ഇന്നൊരു സന്തോഷകരമായൊരു വാർത്ത എല്ലാ പത്രങ്ങളിലും ഉണ്ട്. നമ്മളടക്കം ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. അത് തഹ്സീൻ മുഹമ്മദിൻ്റെ കഥയാണ്. ഖത്തറിന് ഇത്തവണ പന്ത് തട്ടും എന്നുള്ള ഇതാണ്. അപ്പോൾ മാധ്യമം അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്നാണ്. കടൽ കടന്നൊരു വിളി, ഖത്തറിനായി വിശ്വവേദിയിൽ പന്ത് തട്ടും കണ്ണൂരുകാരൻ തഹ്സീൻ എന്നാണ് മാധ്യമത്തിൻ്റെ വാർത്ത. അത് മറ്റ് പത്രങ്ങളിലുമുണ്ട്. മനോരമ അതിനെ കുറേ കൂടി രസകരമായി വിളിക്കുന്നത് തഹ്സീൻ മോനെ എന്ന് നീട്ടി വിളിച്ചുകൊണ്ടാണ് മനോരമ അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ലോകകപ്പിൽ കളിക്കാൻ ആദ്യമായി ഒരു മലയാളി എന്നാണ്. ഖത്തറിൻ്റെ 26 അംഗ ഫുട്ബോൾ ലോകകപ്പ് ടീമിൽ കണ്ണൂരുകാരൻ തഹ്സീൻ മുഹമ്മദുമുണ്ട് എന്നുള്ള കാര്യം മനോരമയും പറയുന്നുണ്ട്. ലോകകപ്പിന് മലയാളി ടച്ച് എന്നാണ് മാതൃഭൂമി അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയെ അവർ അതിനെ വിന്യസിച്ചിരിക്കുന്നത് തന്നെ. ഇപ്പോൾ മനോരമയൊക്കെ നോക്കുകയാണെങ്കിൽ വലുപ്പത്തിൽ അതിൻ്റെ മാസമായിട്ട്, അതായത് മലയാള മനോരമ എന്ന് എഴുതുന്നതിൽ തന്നെ അത്രത്തോളം വലുപ്പത്തിൽ അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വളരെ രസകരമായി, അല്ലെങ്കിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാവുന്ന ആ തരത്തിലാണെന്ന് പത്രങ്ങളെല്ലാം അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത CBSE ചെയർമാനെയും സെക്രട്ടറിയെയും മാറ്റി എന്നുള്ളതാണ്. മുഖം കാക്കാൻ കേന്ദ്ര നടപടി എന്നാണ്. നടപടി മോദിയുടെ നിർദ്ദേശപ്രകാരം എന്നാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകണ്ടെ പ്രശാന്ത് പുതിയ ചെയർമാനാകും. ധർമ്മേന്ദ്ര പ്രധാൻ്റെ നില പരുങ്ങലിൽ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് കൗമുദിയുടെ ആ വാർത്ത ഇന്ന് ഉള്ളത്. എന്നാൽ അത് മാതൃഭൂമി അതിനെ പറയുന്നത് മന്ത്രിക്ക് രക്ഷ ഉന്നതർക്ക് ശിക്ഷ എന്നാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ ഹെഡ്ലൈൻ. CBSEയിലെ വീഴ്ചയിൽ മന്ത്രിയെ തൊടാതെ നടപടി, ചെയർമാനെയും സെക്രട്ടറിയെയും നീക്കി എന്നുള്ളതാണ് ഹെഡ്ലൈൻ. അതിനൊപ്പം തന്നെ ഗോപികൃഷ്ണൻ്റെ ഒരു കാർട്ടൂൺ കൂടിയുണ്ട്. CBSE വീഴ്ചയിൽ പരിചാരകരായ അല്ലെങ്കിൽ കാവൽക്കാരായ 2 പേരെ പുറത്താക്കുന്നു. മന്ത്രിയെ പുറത്ത് കയറ്റി നിർത്തുന്ന മോദിയുടെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ കൂടി വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത ഇന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോയാൽ അത് ഇന്നലെ ഉണ്ടായ കൂടരഞ്ഞിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിന് മനോരമയുടെ ഹെഡ്ലൈനാണ് ശരിയാണ്, അങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട് എന്നാണ്. 40 വർഷം മുമ്പ് കൊന്നതായി മലപ്പുറം സ്വദേശി വെളിപ്പെടുത്തിയ ഒരാളെ തിരിച്ചറിഞ്ഞു എന്ന വാർത്തയാണ്. മനോരമ 1-ാം പേജിൽ തന്നെ അതൊരു വാർത്തയെ കൊടുത്തിട്ടുണ്ട്. സുപ്രഭാതം പത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായാണ് അതിനെ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിന് അവർ കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ കുറ്റബോധത്തിൻ്റെ 40 വർഷം എന്നാണ്. 14-ാം വയസ്സിലെ കൊലപാതകം മുഹമ്മദ് അലി പറഞ്ഞത് സത്യം, കൊല്ലപ്പെട്ടയാളെ 40 വർഷത്തിന് ശേഷം തിരിച്ചറിഞ്ഞതായി പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത. ഉപദ്രവിക്കാനെത്തിയ ആളെ 14-ാം വയസ്സിൽ കൊലപ്പെടുത്തിയെന്ന 54-കാരൻ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ വെറും കുറ്റസമ്മതമായിരുന്നില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ആ കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 1986-ൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കണ്ണൂർ കുടിയാൻമല സ്വദേശി മോഹനനാണെന്ന് തിരുവമ്പാടി പോലീസിൻ്റെ കണ്ടെത്തൽ എന്നതാണ് സുപ്രഭാതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാർത്തയെ അവർ 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നത്. വീക്ഷണം പത്രത്തിൽ അവർ ഇന്ന് ചരിത്ര തുടിപ്പുമായി ഷാനിമോൾ എന്ന ഒരു ഹെഡ്ലൈൻ ഉണ്ട്. അതിൽ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ 3.5 പതിറ്റാണ്ടിന് ശേഷം, ഏതാണ്ട് 35 വർഷത്തിന് ശേഷം ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ആ വാർത്ത. ഒരു വളരെ പ്രാധാന്യത്തോടു കൂടി വീക്ഷണം ഇന്ന് 1-ാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ സഭയിലുണ്ടായ പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോരുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ന് ചന്ദ്രികയിൽ പ്രധാനപ്പെട്ട ഹെഡ്ലൈനാണ്. അടിയന്തര പ്രമേയം പാളി എന്നാണ് ചന്ദ്രിക പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ സെൽഫ് ഗോൾ, മുഖ്യമന്ത്രിയുടെ ചുട്ട മറുപടി എന്നാണ്. ഇന്ധനവില വർധനവിൽ അടിയന്തര പ്രമേയവുമായി എത്തിയ പ്രതിപക്ഷം വീണത് സ്വയം കുഴിച്ച കുഴിയിലാണ് എന്നാണ് ചന്ദ്രിക ഇന്ന് 1-ാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. ജനയുഗം പക്ഷേ അതിനെ നേരെ തിരിച്ചാണ് പറയുന്നത്. മലക്കം മറിഞ്ഞു, ഇന്ധന നികുതിയിൽ സർക്കാർ മലക്കം മറിഞ്ഞു എന്നാണ് ജനയുഗം പറയുന്നത്. അധിക നികുതി കുറയ്ക്കുന്നത് മണ്ടത്തരമെന്ന് മുഖ്യമന്ത്രി, ധവളപത്രമെന്ന് ഉമ്മാക്കി കാട്ടി വായടപ്പിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്, കേന്ദ്രത്തെ വിമർശിക്കാത്ത നടപടി ഉന്നയിച്ച് പ്രതിപക്ഷം എന്നാണ്. LDF സർക്കാർ ഇന്ധന നികുതി കുറച്ചിട്ടില്ലെന്ന വാദം തെറ്റാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ജനയുഗത്തിൻ്റെ വാർത്ത ഉള്ളത്. ദേശാഭിമാനി പറയുന്നത് ജനത്തെ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി എന്നാണ്. ഇന്ധന നികുതിയിൽ സതീശൻ്റെ യു-ടേൺ, അധിക നികുതിയായി സംസ്ഥാനം പിരിച്ചെടുക്കുന്നത് 1200 കോടിയോളം രൂപ, അധിക വരുമാനം ഒഴിവാക്കണമെന്ന് മുൻപ് ആവശ്യപ്പെട്ട സതീശൻ ഇപ്പോൾ പഴയ വാക്ക് പാലിക്കാൻ തയ്യാറുണ്ടോ എന്ന് പ്രതിപക്ഷം. ഇന്ധനവില നിരന്തരം വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ മുഖ്യമന്ത്രിക്ക് മൗനം എന്നുകൂടി വിമർശിച്ചുകൊണ്ടാണ് ദേശാഭിമാനി ആ വാർത്ത ഇന്ന് 1-ാമത്തെ പേജിൽ നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും.
ജന്മഭൂമിയിൽ പക്ഷേ മറ്റൊരു വാർത്തയാണ്. അത് പ്രതികളെ രക്ഷിക്കാൻ VDPV ഒത്തുകളി എന്നാണ്. അത് മോദി VD എന്നതിനെ VDPV എന്ന നിലയിലേക്ക് ജന്മഭൂമി അതിനെ മാറ്റിയിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒത്തുകളി എന്നാണ്. കേസ് 2 തരത്തിൽ. നേതാക്കളെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതികളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ ഒത്തുകളി. കേസിന്റെ സ്വഭാവം ഒന്നായിരുന്നിട്ടും രജിസ്റ്റർ ചെയ്യുന്നത് 2 തരത്തിൽ. അക്രമത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് ആണ് സർക്കാരിന്റെ നിർദ്ദേശം എന്നാണ് ജന്മഭൂമി ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മംഗളം പത്രത്തിൽ മറ്റു പത്രങ്ങളിലും ആ വാർത്തയുണ്ട്. മംഗളം പത്രത്തിലൊരു വാർത്ത, അളിയൻ പേഴ്സണൽ സ്റ്റാഫിൽ മന്ത്രി സണ്ണി വിവാദക്കുരുക്കിലെന്നാണ്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ നിയമനം എന്നാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ CPIഎമ്മിൻ്റെ സ്വജനപക്ഷപാതത്തിനെതിരെ പ്രതിഷേധിച്ച UDFനെ വെട്ടിലാക്കി ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ബന്ധു നിയമന വിവാദം. KPCC അധ്യക്ഷൻ കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് അളിയനെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചത് വിവാദമായി എന്ന് മംഗളം പത്രത്തിൽ പറയുന്നു. അത് മറ്റു പത്രങ്ങളിലും ആ വാർത്ത നമുക്ക് കാണാൻ കഴിയും. ദേശാഭിമാനിയിൽ പറയുന്ന അളിയൻ നിയമനവുമായി മന്ത്രി സണ്ണി ജോസഫ് എന്നാണ്. അത് മറ്റു പത്രങ്ങളിലും ആ വാർത്തയുണ്ട്. കേരള കൗമുദിയിൽ ഒരു വാർത്ത കൂടിയുണ്ട്. അത് നമ്മളൊക്കെ ഇന്നലെ വളരെ ഞെട്ടലോടെ കേട്ട വാർത്തയാണ്. കമൻ്റ് അടിച്ചത് ചോദ്യം ചെയ്തു, പെൺകുട്ടികളെ തെരുവിൽ തല്ലിച്ചതച്ചു എന്നാണ്. 3 പേർ പിടിയിൽ. സംഭവം ഇങ്ങനെ എന്താണ് എന്നുള്ള കാര്യം കൂടി വിശദീകരിച്ചുകൊണ്ടാണ് ആ വാർത്തയുള്ളത്. മറ്റു പത്രങ്ങളിലുമുണ്ട്. മനോരമ പറയുന്നത് ഈ നാടിന് ഇത് എന്തു പറ്റി എന്നാണ് മനോരമ ചോദിക്കുന്നത്. അത്തരത്തിൽ പല പത്രങ്ങളിലും ആ വാർത്ത 1-ാം പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാധ്യമത്തിൽ ഉള്ള എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാം. അത് ആദ്യം വേണ്ടത് സാമ്പത്തിക അച്ചടക്കം എന്നാണ് നിലപാട് പേജിൽ മാധ്യമം പറയുന്നത്. അത് സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ്. കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് കുതിക്കുന്ന സംസ്ഥാനത്ത് വീണ്ടും വിചാരവും തിരുത്തും പുതിയ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാമോ എന്നതാണ് ഉടനടി പ്രസക്തമായ ചോദ്യം എന്നാണ് മാധ്യമം പറയുന്നത്. ആവശ്യമെന്നോ അനാവശ്യമെന്നോ പരിഗണിക്കാതെ 900 കോർപ്പറേഷനുകൾ, ബോർഡുകൾ, അക്കാദമികൾ, കൗൺസിലുകൾ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ ഇതിന് പുറമെയുണ്ട്. 21 അംഗ ക്യാബിനറ്റിൽ ഓരോ മന്ത്രാലയത്തിനും വേണ്ടതിലധികം സ്റ്റാഫ് നിലവിലിരിക്കെ ഇതിനു പുറമെയാണ് എന്തിനാണ് ഇത്രയേറെ സമിതികൾ? ഓരോ സമിതിക്കും മേധാവി വേണം, അയാൾക്ക് കാറും ഡ്രൈവറും പേഴ്സണൽ സ്റ്റാഫും വേണം. ഇവരൊക്കെയും വിളിച്ചു ചേർക്കുന്ന മീറ്റിങ്ങുകൾക്ക് ചെലവ് വേറെ. ഓഫീസ് മുറികൾക്ക് വാടകയും പൊതു ഖജനാവിൽ നിന്ന് തന്നെ. സമഗ്രമായ പഠനത്തിന് ശേഷം അനുപേക്ഷ്യമായ സർക്കാർ സമിതികൾ മാത്രം നിലനിർത്തി ബാക്കിയെല്ലാം പിരിച്ചുവിട്ടാൽ പൊതു ഖജനാവിൻ്റെ ഭാരം അത്രയെങ്കിലും കുറയ്ക്കാനാവും. മാറ്റത്തിനായി ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ വാഴിച്ച VD സതീശനും സഹപ്രവർത്തകരും സഗൗരവം പരിഗണിക്കുമോ സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് എന്നാണ് മാധ്യമം പറയുന്നത്. അതായത് നിലവിലെ സർക്കാരിന് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്ന കാലത്ത് ഇത്തരത്തിലുള്ള സമിതികളും അതോടൊപ്പം തന്നെ ബോർഡുകളും ഒക്കെ പിരിച്ചുവിട്ട് അത്രത്തോളമെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കുറയ്ക്കാൻ അല്ലെങ്കിൽ ആ ചിലവ് കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് മാധ്യമത്തിൻ്റെ ഇന്നത്തെ എഡിറ്റോറിയൽ. ഇതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. തിരിച്ച് സേതുവിലേക്ക്.